എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു മുൻകാല ചോദ്യപേപ്പറാണ്. PSCയുടെ വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യപേപ്പർ കോഡ് 69/2017. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. ഓപ്ഷൻ എ നെയ്യാർ. നെയ്യാറാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ഓപ്ഷൻ എ ഹിമാദ്രി. ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? അടിമ, തുഗ്ലക്, ഖിൽജി, സയ്യദ്, ലോധി. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി എന്നിങ്ങനെയാണ് ക്രമം വരുന്നത്. കാലഘട്ടം നോക്കാം. അടിമവംശം 1206 മുതൽ 1290 വരെ. ഖിൽജി 1290 മുതൽ 1320 വരെ. തുഗ്ലക് വംശം 1320 മുതൽ 1414 വരെ. സയ്യദ് വംശം 1414 മുതൽ 1451 വരെ. ലോധി വംശം 1451 മുതൽ 1526 വരെ. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി തുളുവ. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ തുളുവ രാജവംശത്തിലാണ് ഉൾപ്പെടുന്നത്. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ ബി കാവേരി. കബനി കാവേരി നദിയുടെ ഒരു പോഷക നദിയാണ്. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഓപ്ഷൻ ഡി അസം. അസമിലെ ഒരു നൃത്തരൂപമാണ് ബിഹു. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാട്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടങ്ങളെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ഓപ്ഷൻ ബി KM പണിക്കർ. KM പണിക്കറാണ് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത്. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തതേത്? താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൽപ്പാക്കം കർണാടക, കൈഗ കർണാടക. പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്, കൽപ്പാക്കം കർണാടക എന്നുള്ളത്. മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ എന്ന പേരിലും അറിയപ്പെടുന്ന കൽപ്പാക്കം അറ്റോമിക് പവർ സ്റ്റേഷൻ തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ളത് പശ്ചിമ ബംഗാളിലാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. ഓപ്ഷൻ സി ചൗ എൻ ലായ്. ചൗ എൻ ലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ദേശീയ
തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2005. 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ രംഗനാഥ് മിശ്ര. രംഗനാഥ് മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി 24-ാം അനുച്ഛേദം. ഭരണഘടനയുടെ 24-ാം അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ആര്? കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് MHRD ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാനാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം? എവിടെയാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ ഡി ബ്രസൽസ്. ബെൽജിയത്തിലെ ബ്രസൽസിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം. 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയായിരുന്നു? ഓപ്ഷൻ ബി ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനെയായിരുന്നു 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏത്? അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി? ഓപ്ഷൻ സി ഖേലോ ഇന്ത്യ. ഖേലോ ഇന്ത്യ പദ്ധതിയാണ് അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. 15ാം കേരള നിയമസഭയുടെ സ്പീക്കർ. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കേരള നിയമസഭയുടെ സ്പീക്കർ AN ഷംസീറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളാണ് ഉള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ചെയർപേഴ്സൺ കൂടാതെ 5 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. NHRCയുടെ വെബ്സൈറ്റുകൾ പ്രകാരം ചെയർപേഴ്സണായി കാണിച്ചിരിക്കുന്നത് രാമസുബ്രഹ്മണ്യൻ, കൂടാതെ 3 മെമ്പേഴ്സിനെയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ജസ്റ്റിസ് ബിദ്യുത് രഞ്ജൻ സാരംഗി, ശ്രീമതി വിജയ ഭാരതി സയാനി, കൂടാതെ ശ്രീ പ്രിയങ്ക് കനുങ്കോ എന്നീ 3 പേരാണ് മെമ്പേഴ്സ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ ഡി 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി.
കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതിയാണ് ഓപ്ഷൻ ബി ആശ്രയ. ആശ്രയ പദ്ധതിയാണ് കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി 1993. 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. വിമോചന സമരം നടന്ന വർഷം ഏത്? വിമോചന സമരം നടന്ന വർഷം ഓപ്ഷൻ ബി 1959. 1959 വിമോചന സമരം നടന്നത്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കി. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്ത്? 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേര് ഓപ്ഷൻ ബി നീതി ആയോഗ്. നീതി ആയോഗാണ് 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനം. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഏത്? 2012 ആരംഭിച്ച് 2017 അവസാനിച്ച 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമാണ് 2012 ആരംഭിച്ച് 2017 അവസാനിച്ച 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഓപ്ഷൻ ബി ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആണ് ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര്. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര് ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ പ്രധാന അയിര്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം. പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം ഓപ്ഷൻ സി 18. പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓപ്ഷൻ എ ഓക്സിജൻ. ഓക്സിജനാണ് ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. സിമൻറ്റ്, സിലിക്ക, ബാക്ക്ലൈറ്റ്, പോളിത്തീൻ. തന്നിരിക്കുന്നവയിൽ ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഓപ്ഷൻ ബി സിലിക്ക. സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം. ഏതു പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ഏതു പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ഓപ്ഷൻ സി വായു. വായുവിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? ഓപ്ഷൻ ഡി 3. ഐസക് ന്യൂട്ടൻ്റെ 3ാമത്തെ ചലന നിയമമാണ് എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും എന്നത്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ 8. 8 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൽ ഉള്ളത്. ജലം ഐസാകുന്ന താപനില. ജലം ഐസാകുന്ന താപനില ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ്
ജലം ഐസാകുന്നത്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏത്? ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി ഡെസിബൽ. ഡെസിബൽ ആണ് ശബ്ദത്തിൻ്റെ യൂണിറ്റ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഓപ്ഷൻ സി വിറ്റാമിൻ എ. വിറ്റാമിൻ എ ആണ് ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ എ സെറിബെല്ലം. സെറിബെല്ലമാണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? ഡിഫ്തീരിയ, പോളിയോ, ടെറ്റനസ്, വില്ലൻ ചുമ. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? ഓപ്ഷൻ ബി പോളിയോ. പോളിയോ രോഗത്തിനാണ് DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത്. പോളിയോ ഒരു വൈറസ് രോഗമാണ്. DPT വാക്സിൻ നൽകുന്നത് ബാക്ടീരിയൽ രോഗങ്ങളായ ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ തുടങ്ങിയവയ്ക്കാണ്. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? ഓപ്ഷൻ എ തെങ്ങ്. തെങ്ങിൻ്റെ ഒരു സങ്കരയിനമാണ് മലയൻ ഡ്വാർഫ്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാര്? പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി ലൂയി പാസ്ചർ. ലൂയി പാസ്ചർ ആണ് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ തിമിരം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണ്? ഓപ്ഷൻ സി വാൻഗാരി മാതായി. വാൻഗാരി മാതായിയാണ് 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഓപ്ഷൻ ഡി ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ ഡി കാസർഗോഡ്. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്തായി നമുക്ക് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. 10,000 rupees dash a large sum. Supply appropriate verb. Option B is. 10,000 rupees is a large sum. None of them attended the function dash. Use proper question tag. Option A, did they? None of them attended the function. Did they? A dash of cattle is passing through the forest. Option B, herd. A herd of cattle is passing through the forest. The workers built a bridge. Change into passive voice. Option C. A bridge was built by the workers.
She speaks French very good. Correct the sentence. Option B. She speaks French very well. The high price surprised him. The underlined word belongs to which part of speech? High is the underlined word. Option A. Adjective. Tom said, I am leaving for Madras tomorrow. Report the sentence. Option D. Tom said that he was leaving for Madras the next day. Correct the word among the following series. Separate, excellence, diarrhea, Q. Option D. Q is the right answer. I couldn't tolerate her behavior. Find out the appropriate phrasal verb for the underlined word. Tolerate is the underlined word. Option D. Put up with. My brother works in a large office. Dash I work on my own at home. Option C. Whereas. My brother works in a large office, whereas I work on my own at home. She sits dash an armchair. Use appropriate preposition. Option D. In. She sits in an armchair. She has hit the nail on the head while speaking to her relatives. Find out the meaning of the underlined idiom. Hit the nail on the head. Option A. Said exactly the right thing. I dash a lot of friends while I was working in Bombay. Option A. Met. I met a lot of friends while I was working in Bombay. Had I known this, dash. Option D. I would have kept him at a distance. Had I known this, I would have kept him at a distance. The old man who lives in my neighborhood is dash university professor. Option A. A. The old man who lives in my neighborhood is a university professor. The prefix anti is used to denote which of the following word? Like, before, against, round. The prefix anti. Option C. Against. There are plans to rebuild the town hall, but it dash not happen for another 5 years. Option C. May. There are plans to rebuild the town hall, but it may not happen for another 5 years. Ram and Shyam are friends. The former is short, but the dash is very short. Option B. Latter. Ram and Shyam are friends. The former is short, but the latter is very stout. Either Rajesh or his friends dash come. Option C. Have. Either Rajesh or his friends have come. The meaning of the term nota bene. Option B. Noted carefully and important. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം. ഓപ്ഷൻ സി. മണ്ടത്തം. തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേര്. ഓപ്ഷൻ ഡി. ഭിത്തിക. വികലമല്ലാത്ത പ്രയോഗമേതെന്ന് തിരിച്ചറിയുക. സമകാലൻ, സമകാലികൻ, സമകാലീനൻ, സമകാലീനൻ. ഓപ്ഷൻ ബി. സമകാലികൻ. കോടിമുണ്ട്. ഇതിൽ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. കോടി. ഓപ്ഷൻ ഡി. പുതിയ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? ഓപ്ഷൻ എ. അവസാനിക്കുക.
ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര്? ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ഓപ്ഷൻ എ മായൻ. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ്? ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനെയാണ്? ഓപ്ഷൻ ബി കെ ശ്രീകുമാർ. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാറാണ്. ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഓപ്ഷൻ എ രാജപാത. രാജപാത എന്ന കൃതിക്കാണ് ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. ഓപ്ഷൻ സി വിഴുപ്പലക്കുക. ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥമേത്? ഓപ്ഷൻ ബി അപ്രിയ സത്യം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.